സൺഡേ ആയിട്ട് ബോറടിച്ചിരിക്കുമ്പോഴായിരുന്നു ചേട്ടനും വന്നത്. എന്നാൽ പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു. രണ്ടുപേരും മാങ്ങ കഴിക്കാട്ടോ. മാങ്ങ കഴിക്കുമ്പോൾ ഏട്ടന് സംഭവം മനസ്സിലായി ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ റെഡിയായി, ചേച്ചി ഓൾറെഡി റെഡിയാണ്. മോന്താല് കഫേ പോകാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് ഞാനും അമ്മയൊക്കെ പോയി. പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ്, നൈറ്റായി കഴിഞ്ഞാൽ ഇത്രയും ഭംഗി കൊടുക്കുന്ന ഒരു പ്ലേസ് വേറെ ഒന്നും എനിക്കറിയില്ല. ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ട്രെയിൻ കഫേ എന്ന് കാണാം. ആ ട്രെയിൻ പേര് പോലെ തന്നെ ഒരു ട്രെയിൻ കഫേ തന്നെയാണ് ഉള്ളിലുള്ളത്. ഒരുപാടൊന്നും കാണാനില്ലെങ്കിലും അത്യാവശ്യം കുട്ടികൾക്കും നമുക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ കയറി കണ്ട് ഗൈസ്, അമ്മ അവസാനം ടയേർഡായിട്ടോ. എന്നാൽ പിന്നെ അവിടെ ഇരിക്കട്ടെ വിചാരിച്ച് ഞാനും ഏട്ടനും കൂടിയിട്ട് ഒരു ഗെയിം കളിക്കാൻ പോയി. ആ ഗെയിം കളിച്ച് ഞങ്ങൾക്ക് വിൻ ചെയ്തിട്ടോ. വിൻ ചെയ്ത സാധനങ്ങളൊക്കെയാണത്. അത് കൂടാതെ ഒരു ക്യൂട്ട് ടെഡീനെ കിട്ടിയൊരു സന്തോഷത്തിലായിരുന്നു ഞാൻ. കൂടാതെ ഒരു ബിസ്ക്കറ്റും കിട്ടിട്ടോ ആ ചേച്ചീൻ്റെ അടുത്ത്. എല്ലാം കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഉപ്പിലിട്ട മാങ്ങയൊക്കെ കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ചേട്ടനും അമ്മയൊക്കെ കഴിച്ച് എനിക്ക് വേണ്ടായിരുന്നു. അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് കടൽക്കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ഈ ടാറ്റ പറയുന്ന ആരോടാന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ, ഇവിടെ നിന്ന് കിട്ടിയൊരു പയ്യനാണ്. എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അവസാനം അവനും മനസ്സിലായി, അവൻ ആഡ് ചെയ്യാണ്. അങ്ങനെ അവനോട് ബായ് പറഞ്ഞ് ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി. ഇനി നെക്സ്റ്റ് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് അടിക്കാനാണ്. അറിയാതിരിക്കാൻ പറ്റില്ല, എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം കഴിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ സൺഡേയും അടിപൊളിയായി.